الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. റഹ്മാനായ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട്, നിന്റെ മഹാന്മാരായ അംബിയാ മുർസലീങ്ങൾ മലായിക്കത്തുൽ മുഖർറബീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ഇബാദത്തുകളും കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിക്കണം റഹ്മാനെ. ഒരുപാട് ഉമ്മമാർ, ഒരുപാട് സഹോദരിമാർ രോഗികളുണ്ടെന്ന അവരുടെ രോഗം നിഷ്പയാക്കണം റഹ്മാനെ. പരിശുദ്ധമായ കാബാ ശരീഫ് എത്താൻ വേണ്ടി കരുതിയ പല മുഅ്മിനീങ്ങളുണ്ടല്ല, അവർക്കെല്ലാം കാബാ ശരീഫ് പോകാനും ഹജ്ജുകൾ ഉംറകൾ നിർവഹിക്കാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മുഅ്മിനീങ്ങളെ എല്ലാവരോടും പറയാനുള്ളത്, ജുമുഅ നിസ്കാരം വലിയ മഹത്വമുള്ള ഒരു നിസ്കാരമാണ്. ഇന്ന് അധികം ആൾക്കാരും ജുമുഅ നിസ്കാരത്തിന് സമയം, ആർക്കും ജുമുഅ നിസ്കരിക്കാൻ വേഗം വന്നിട്ട് സുന്നത്ത് നിസ്കരിക്കാനാ സ്വലാത്തിന് ആർക്കും സമയമില്ല. എല്ലാവരും ബിസിനസ്സും പണിയും കച്ചവടവും ഈ നിലയ്ക്ക് ലേറ്റായിട്ട് വരുന്ന മാത്രമല്ല, ഖുത്ബ ഓതിട്ട് വരുന്ന ആൾമാറുമുണ്ട്. ചില ആൾക്ക് നിസ്കാരമേ കിട്ടുന്നില്ല. അങ്ങനല്ല, ജുമാ ദിവസം അതിരാവിലെ എന്താക്കണം, ജുമാക്ക് പോകണം, സ്വലാത്ത് ചൊല്ലണം. പ്രത്യേകിച്ചിട്ടും ജുമാ ദിവസത്തിൽ ബാങ്ക് കേട്ടെങ്കിൽ പിന്നെ എല്ലാ കച്ചവടവും എല്ലാ ബിസിനസ്സും നിർത്തിവെച്ചിട്ട് ജുമായിലേക്ക് പോകും. ബാങ്ക് കൊടുത്തിട്ടാണ് പിന്നെ കച്ചവടത്തിന് ബർക്കത്തുണ്ടാവുക. അതേസമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് എന്താക്കണം, ബിസിനസ്സിൽ പോണു, കച്ചവടത്തിന് പോണു, പണിക്ക് പോണു. ഇപ്പം ഞങ്ങൾ എന്താക്കുന്നത്, സ്വബയിൽ ഉച്ചത്തോളം തിന്നിട്ട് പൊടിച്ചിട്ട് ജുമാക്ക് നമുക്ക് വന്നിട്ട് ആ ജുമാ നിസ്കരിച്ചവരാക്കിയിട്ട് അവത്ത് പോയിട്ട് പറയണം. അങ്ങനല്ല, ജുമാ നിസ്കാരം കഴിഞ്ഞിട്ടായാലും പിന്നെ കച്ചവടത്തിന് ഭാഗ്യത്തിന് പോകണം. മഹാന്മാരെല്ലാം ചെയ്ത് അങ്ങനെയാണ്. അതിൽപ്പെട്ട ഒരു മഹാൻ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അന്നഹു കാന ഇദാ സ്വല്ലൽ ജുമുഅ ഇൻസറഫ ഫവഖഫ അലാ ബാബിൽ മസ്ജിദി. അയാൾ ജുമാ നിസ്കരിച്ചെങ്കിൽ അയാൾ അതിനാല് ജുമാക്ക് വരും, സ്വലാത്തെല്ലാം ചൊല്ലും, ഖുർആൻ ഓതും, സൂറത്തുൽ കഹ്ഫ് ഓതും. അങ്ങനെ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ ഇൻസറഫ, അയാൾ പള്ളിയിൽ നിസ്കാരത്തിന് പുറത്തു വരും. എന്നിട്ട് ഫവഖഫ അലാ ബാബിൽ മസ്ജിദി, പള്ളിൻ്റെ ബാദൽ നിൽക്കുകയാണ്, പള്ളിൻ്റെ ഡോറിന് നിന്നാക്കുമ്പോൾ നിൽക്കും. വഖാല, എന്നിട്ട് അയാൾ പറയും, അല്ലാഹുവേ, നിന്റെ ദുആക്ക് ഞാൻ ഉത്തരം ചെയ്തിട്ടുണ്ട്. നീ ജുമാ നിസ്കരിക്കാൻ വേണ്ടി എന്താക്കിയിട്ട് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇതാ നീ വിളിച്ച വിളിക്ക് ഉത്തരം ചെയ്തിട്ടുണ്ട്. വസല്ലൈതു ഫരീദതക, നീ ഫർളാക്കി തന്ന, നിർബന്ധമാക്കി തന്ന ജുമാ നിസ്കാരം ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. വന്തശർതു കമാ അമർതനി, നിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, ജുമാ നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിച്ചാൽ, ഓ സത്യവിശ്വാസികളെ, ഈമാനുള്ള മുഅ്മിനെ, ജുമാ ദിവസത്തിൽ ബാങ്ക് നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തെങ്കിൽ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ, എന്നാ ജുമാ നിസ്കാരത്തിലേക്ക് പോകണം. നിന്റെ കച്ചവടം, നിന്റെ ബാണിയ, നിന്റെ പളക്ക, ഇതെല്ലാം നിപ്പാട്ടിട്ട് ആ ജുമാ നിസ്കരിക്കാൻ വേണ്ടി എന്താക്കണം, പള്ളിയിലേക്ക് പോകണു. അത് നിങ്ങൾക്ക് ഖൈറായിട്ടിരിക്കുന്നത് നീ മനസ്സിലാക്കുന്നെങ്കിൽ അത് നിനക്ക് ഖൈറാണ്. നിന്റെ ബാണിയ, നിന്റെ കച്ചവടം, ജുമാ ദിവസം ബാങ്ക് കൊടുത്തെങ്കിൽ അത് എല്ലാം നിപ്പാട്ടിട്ട് എന്താക്കും, നിസ്കാരത്തിലേക്ക് പോകും, അതായിട്ടിരിക്കുന്നു എനിക്ക് ഖൈറ്. എന്നിട്ട് ഫൈദാ ഖുദിയത്തി സ്വലാത്തു, നിസ്കരിച്ചിട്ടായെങ്കിൽ, ജുമാ നിസ്കാരം കഴിഞ്ഞു, ദുആ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടായെങ്കിൽ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, നീ ഭൂമിയിൽ സഞ്ചരിക്കണം, ഭൂമിയിൽ നിന്നൊക്കെ ചുറ്റി നടക്കണം. എന്തിനു വേണ്ടിയിട്ട്? വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അവിടെ കച്ചവടത്തിന് വേണ്ടി, ബാണ്യത്തിന് വേണ്ടിയിട്ട്, നിന്റെ സ്വർത്തിന് വേണ്ടിയിട്ട്, നിന്റെ ഓഫീസിൽ, നിന്റെ പണിക്ക് എല്ലാം വർക്കാക്കാൻ വേണ്ടി എന്താക്കണം, ജുമാ നിസ്കരിച്ചിട്ടായാലും പിന്നെ എന്താക്കണം, നീ ചുറ്റി നടക്കണം. എന്നിട്ട് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ല്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ തേടണം. നീ ബാല്യത്തിൽ പോയിട്ട് വലിയ ബറക്കത്ത് അല്ലാഹു തരും. വദ്കുറുല്ലാഹ കസീറൻ,
ധാരാളം അള്ളാഹുവിനെ നിരപ്പാക്കണം, അള്ളാഹു ദിക്ർ ചൊല്ലണം. എന്ത് ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. ബഹുമാനപ്പെട്ട നിസ്കരിക്കും, അതേപോലെ റബ്ബിനോട് ദ്വാരക്കും ഈ കാര്യം എന്നിട്ട് പറയും ഫർസുഖ്നി മിൻ ഫദ്ലിക, അള്ളാഹു എനിക്ക് നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ ഫദ്ലാൽ എനിക്ക് നീ റിസ്ക് തരണം, എനിക്ക് നീ റിസ്ക് തരണം. വഅൻത ഖൈറുർ റാസിഖീൻ, റിസ്ക് തരുന്നതിൽ ഏറ്റവും ഉത്തമനായവൻ നീയാണ്. അതുകൊണ്ട് എൻ്റെ കച്ചവടത്തിൽ എനിക്ക് ലാഭം തരണം, അല്ലെങ്കിൽ ലാഭമുള്ള കച്ചവടം തരണം, അല്ലെങ്കിൽ ബറക്കത്തുള്ള സമ്പത്ത് തരണം, അല്ലെങ്കിൽ എൻ്റെ സ്വത്തിന് വലിയ ബറക്കത്ത് ചെയ്യണം. കച്ചവടമില്ലാത്തവർ, പണിയില്ലാത്തവർ എന്താക്കണം? ജുമാ നിസ്കരിച്ചാൽ പിന്നെ പണി തേടിക്കൊണ്ട് പോകണം, കച്ചവടത്തിന് പോകണം, അതിൽ ബറക്കത്തുണ്ട്. അതല്ലേ സലഫു സ്വാലിഹീൻ പറഞ്ഞത്? ഒരാൾ ജുമാ നിസ്കാരം കഴിഞ്ഞത് പിന്നെ ഒരാൾ കച്ചവടാക്കി അതൊരു സാമാനമെങ്കിൽ ബാറക്കല്ലാഹു ലഹു, അവർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കും. ആ കച്ചവടത്തിന്, ആ പാനീയത്തിന്, ആ സ്വരത്തിന് വലിയ ബറക്കത്ത് കൊടുക്കും. മുഅ്മിനീങ്ങളെ, ബറക്കത്തുള്ള കച്ചവടമാവണ നമ്മളത്, ബറക്കത്തുള്ള സമ്പത്താവണ നിങ്ങൾ എങ്കിൽ ജുമാ നിസ്കാരത്തിന് സമയത്ത് ബാങ്ക് കേട്ടാൽ ഞാൻ എന്താക്കണം? ജുമാ നിസ്കാരത്തിലേക്ക് പോകണം. അവിടെയുള്ള സുന്നത്ത് നിസ്കാരങ്ങളും സൂറത്തുൽ കഹ്ഫും ദിക്റും ദുആയും നടത്തണം. ജുമാ നിസ്കാരം കഴിഞ്ഞത് പിന്നെ അല്ലാഹുവിനോട് ദുആ കൊണ്ട് നിന്റെ കച്ചവടത്തിന്, നിന്റെ ബാണ്യത്തിന്, നിന്റെ സ്വത്തുക്ക്, നിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തായിട്ട് പോകുന്നു. അള്ളാഹു ബറക്കത്ത് തരും. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിൽ ഞങ്ങളുടെ ബാല്യ ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ ധാരാളം ഖൈറും ബറക്കത്തും നിഅമത്തും നീ ചൊരിച്ചു തരണേ റഹ്മാനെ. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.